നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ ഇപ്പോൾ എത്ര നല്ല ഫോണായാലും എത്ര GB മെമ്മറി ഉള്ള ഫോണായാലും അതിന് വരുന്ന മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് സ്റ്റോറേജ് പ്രശ്നം. എങ്ങനെ ഉപയോഗിച്ചാലും സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളാവും. സ്റ്റോറേജ് ഫുള്ളായ പിന്നെ പറയണ്ടല്ലോ, ഫോൺ ഹാങ് ആവും, സ്പീഡ് കുറയുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. നമ്മൾ ഈ സ്റ്റോറേജ് എങ്ങനെ ഫ്രീ ആക്കാന്നുള്ള വീഡിയോ മുമ്പ് കുറേ ചെയ്തിക്ക്. പക്ഷെ ഇപ്പോൾ അതൊന്നും അറിയാണ്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ആലോചിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലും അങ്ങനെ ചില അനുഭവങ്ങളിലും കൊണ്ടാണ് വീണ്ടും ഒരു സ്റ്റോറേജ് ഫ്രീ ആക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്കറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. സ്റ്റോറേജ് ഫ്രീ ആക്കാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളെ ഫോണിലെ ആവശ്യമില്ലാത്ത ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുക. നമ്മളെ ഫോണിൽ മാടാത്ത ഒരുപാട് സംഗതികൾ ഉണ്ടാവും, അതൊക്കെ അങ്ങ് ഡിലീറ്റ് ആയി കളയുക. വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ഫോണിൽ വെച്ച് നിൽക്കണ്ടല്ലോ. നമ്മളിപ്പം ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും അത് ഡിലീറ്റ് ആക്കുന്ന നേരം ഗ്യാലറിയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് ഡിലീറ്റ് ആക്കി കളയും. പക്ഷെ ഇങ്ങനെ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലും നമ്മളെ ഫോണിന്റെ മെമ്മറിയിൽ അതുണ്ടാവും. മെമ്മറി ഫ്രീ ആണെങ്കിൽ അത് ഒരുത്തേന്നൂട്ടി ഡിലീറ്റ് ആക്കണം. അങ്ങനെ മിക്കവാറും ഫോണിൽ ഫ്രഷ് ബിന്ന് അല്ലെങ്കിൽ റീസൈക്കിൾ ബിന്ന് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടാവും. അവിടെ നിന്ന് കൂടി നമ്മൾ ഡിലീറ്റ് ആക്കണം. കാരണം നമ്മളോട് അറിയാണ്ട് ഡിലീറ്റ് ആയി പോയതാണെങ്കിൽ 60 ദിവസം വരെ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ തരുന്നതാണ്. അവിടെ നിന്നും ഡിലീറ്റ് ആക്കിയാലാണ് നമ്മളെ മെമ്മറി ഫ്രീ ആവും. ഈ ഫോണിൽ ഫ്രഷ് ബിന്നും പറഞ്ഞിട്ടുണ്ട്, ചില ഫോണിൽ റീസൈക്കിൾ ബിൻ ഉണ്ടാവും, ഗാലറിന്റെ ഓപ്ഷൻസിന്റെ കൂട്ടത്തിലുണ്ടാവും. അതെടുത്തിട്ട് അവിടെ നിന്ന് കൂടി നമ്മൾ ഡിലീറ്റ് ആക്കുന്ന സംഗതികൾ ഡിലീറ്റ് ആക്കിയാലാണ് നമ്മളെ ഫോണിന്റെ ഗാലറി ഫ്രീ ആയി കിട്ടും. അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യുന്നത് ഗ്യാലറിയിലുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഡിലീറ്റ് ആക്കുക. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ കമന്റ് ഇടുന്നത് കാണാം, ഇനിയും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്ഥലം ഫോണിലില്ല എന്ന്. എന്തിനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? നിങ്ങളോട് ഇൻസ്റ്റാൾ ചെയ്യാൻ ആരും പറയുന്നില്ലല്ലോ. ഓരോരുത്തരും, ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ആപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യലുണ്ട്. അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ ഇന്ന ആവശ്യത്തിന് ഇന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനത്തെ ഉണ്ട് എന്ന് അറിയിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഏതാണെന്നുള്ളത് അതൊക്കെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്താലും നമ്മളെ ഫോണിന്റെ മെമ്മറി ഫ്രീ ആവും. ഇനിയിപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന നേരം തന്നെ സാധാരണ എല്ലാവരും എന്താ ചെയ്യുക? ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യും, ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണിക്കും, അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആകുമെങ്കിലും ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഡാറ്റകൾ ഉണ്ടാവും, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റകൾ. അതൊരു ഫോൾഡറായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. അതും കൂടി അൺഇൻസ്റ്റാൾ ആയാലാണ് നമ്മളെ ആ ആപ്ലിക്കേഷനായിട്ടുള്ള ബന്ധപ്പെട്ട ഫയലുകളൊക്കെ ഡിലീറ്റ് ആയിട്ട് നമ്മളെ മെമ്മറി കൂടുതൽ ഫ്രീ ആയി കിട്ടും. അതിന് ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന നേരം ഇവിടെ വരുന്ന ഓപ്ഷൻസിന്റെ കൂട്ടത്തിൽ ആപ്പ് ഇൻഫോ എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്പ് ഇൻഫോ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ എന്ന് കാണും. ചിലതിൽ സ്റ്റോറേജിലുണ്ടാകുക, ചില ഫോണിൽ റെഡ്മിൻ്റെ ഒക്കെ ഫോണിൽ താഴെ ഭാഗത്ത് ക്ലിയർ ഡാറ്റ എന്നുണ്ടാവും. ആ ക്ലിയർ ഡാറ്റ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ ഡാറ്റ ക്ലിയർ ചെയ്യാം. അതിനുശേഷം അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലും നമ്മളെ ഫോണിൽ ഉണ്ടാവുകയില്ല, ക്ലിയർ ആയിട്ട് പോവുകയും ചെയ്യും. അത് മാത്രമല്ല ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്ത പെർമിഷനുകൾ കൂടി ആ ക്ലിയർ ഡാറ്റയിൽ കൂടെ ക്യാൻസൽ ആവും. ഇനി അടുത്തത് പറയുന്നത് നമ്മളെ ഫോണിൽ ഒരുപാട് എംപ്റ്റി ഫോൾഡറുകൾ ഉണ്ടാവും. ഓരോ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് കൂടെ മറ്റു ഫയലിൽ കൂടെ ഒക്കെ ക്രിയേറ്റ് ആകുന്ന എംപ്റ്റി ഫോൾഡറുകൾ അതും ഒരുപാടുണ്ടാവും നമ്മളെ ഫോണിൽ. അതൊന്ന് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യാൻ നോർമലായിട്ട് നമ്മളെ ഫോണിൽ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ഫയൽ മാനേജർ പോയിട്ട് ഓരോന്നോരോന്ന് തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുമാണ്. അതിന് നമുക്ക് എംപ്റ്റി ഫോൾഡർ ക്ലീനർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഒരു MB പോലും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒരു പ്രാവശ്യം നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക, അതിനുശേഷം അതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫോണിന്. എങ്ങനെ ഇത് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടാവും. സ്കാൻ എംപ്റ്റി ഫോൾഡേഴ്സ്, ഹോൾ ഡിവൈസ്, ഡിലീറ്റ് എംപ്റ്റി ഫോൾഡർ, ഇന്റേണൽ, ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ്, SD കാർഡ്. മൊത്തം ഡിവൈസിലത്, ഇന്റേണൽ സ്റ്റോറേജിലത്, SD കാർഡിൽ ഏതും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് ഇന്റേണൽ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റോറേജ് പെർമിഷൻ കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്കാൻ ആവും. സ്കാൻ ചെയ്തിട്ട് നമ്മളെ ഫോണിൽ എത്രത്തോളം എംപ്റ്റി ഫോൾഡറുകൾ ഉണ്ടോ അതൊക്കെ നമുക്കിവിടെ കാണിച്ചു തരും. ഇതിൽ 107 എംപ്റ്റി ഫോൾഡേഴ്സ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് രണ്ടാമതൊന്നുകൂടി ഡിലീറ്റ് എംപ്റ്റി ഫോൾഡേഴ്സ് നിർത്തി കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ആവും. അല്ലോ, ഇപ്പം 0 എംപ്റ്റി ഫോൾഡേഴ്സ് എല്ലാം ഡിലീറ്റ് ആയി. നിങ്ങളെ ഫോണിൽ ഇങ്ങനെ എത്ര ഉണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് അതും ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഫോണിൽ ഒരുപാട് ജങ്ക് ഫയലുകൾ ഉണ്ടാവും. ഈ ജങ്ക് ഫയലുകൾ നമ്മളെ സ്റ്റോറേജിന്റെ നല്ലൊരു ഭാഗം എടുക്കുന്നുണ്ടാവും. അതും ഒന്ന് ക്ലീൻ ചെയ്യുക. അതിന് നമുക്ക് ഏറ്റവും നല്ലത്
ഗൂഗിളിന്റെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫയൽ മാനേജർ കൂടിയാണ് ഈ ഗൂഗിളിന്റെ ഫയൽസ് ബൈ ഗൂഗിൾ. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തൊരു സംഭവമാണ് ഈ ഫയൽസ് ബൈ ഗൂഗിൾ. കാരണം ഒരുപാട് ഫീച്ചറുകളുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിന്റെ തന്നെയാണ്. ഇതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റും ചെയ്യാം. ഇതിൽ എന്താ ചെയ്യേണ്ടത്? ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യാൻ അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ താഴെ 3 ഓപ്ഷൻസ് ഉണ്ടാവും: ക്ലീൻ, ബ്രൗസ്, ഷെയർ. ഈ ക്ലീൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ജങ്ക് ഫയൽസ് ഉണ്ടാവും. ഇതിലിപ്പോ ജങ്ക് ഫയൽ 779 MB ജങ്ക് ഫയൽ ഉണ്ട്. അത് അവിടെ നിന്ന് ക്ലീൻ ചെയ്യാം. നമ്മളെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇതിൽ പോവുകയല്ല, ജങ്ക് ഫയലുകൾ മാത്രം പോവും. ധൈര്യമായിട്ട് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ജങ്ക് ഫയലുകളൊക്കെ പോയി. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട അത് മാത്രമാണ് പറഞ്ഞത്. ലാർജ് ഫയലുകൾ, നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫയൽ സൈസുള്ള ലാർജ് ഫയലുകൾ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അത് കാണിച്ചു തരും. നമുക്ക് വേണ്ടാത്തത് അവിടെ നിന്ന് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാം. പിന്നെയുള്ള വഴി എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ക്യാഷ്ഡ് ഡാറ്റകൾ ഒരുപാടുണ്ടാവും ഫോണിൽ. അതും ഒന്ന് ക്ലീൻ ചെയ്യാം. അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്യാച്ച്ഡ് ഫയലുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം വാട്സപ്പിന്റെ ക്യാച്ച്ഡ് ഫയൽ ക്ലീൻ ചെയ്യാൻ വാട്സപ്പ് എടുത്താൽ അതിന്റെ ആപ്പ് ഇൻഫോയിലേക്ക് പോവുക. ഇൻഫോയിലേക്ക് പോയിട്ട് അതിന്റെ സ്റ്റോറേജ് എടുക്കുക. സ്റ്റോറേജ് എടുത്താൽ ക്യാഷ് എന്ന് കാണിക്കും. അത് ഇതിന് 31.72 MB ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ക്യാഷെ കൊടുക്കുക. ക്ലിയർ ക്യാഷെ. ഇങ്ങനെ ക്ലിയർ ക്യാഷെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മെമ്മറി നമുക്ക് അവിടെ ഫ്രീ ആയി കിട്ടും. ഇതുപോലെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ ഒക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്യാഷെ ക്ലിയർ ചെയ്യാം, ക്യാച്ച് ഫയൽ. അപ്പൊ നമ്മളെ സ്റ്റോറേജ് ഫ്രീ ആക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് വഴികളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമന്റ് ചെയ്യുക. ഉപകാരം തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.